വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആനിന്റെ അടുത്തേക്ക് ജീഹുൻ കൂടി എത്തുന്നു. പക്ഷെ അവർ കാത്തിരുന്ന വാർത്ത ആയിരുന്നില്ല അവരുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് സീരിയൽ കില്ലർ ആയിരുന്ന ഗ്യൂചോളിനെ കൊലപ്പെടുത്തിയെന്ന് പാർട്ടേയ് സ്വയം കുറ്റസമ്മതമൊക്കെ നടത്തുന്ന ഒരു വാർത്തയായിരുന്നു അത്. ഒരു ദിവസം ഗ്യൂചോളിനെ ഏതോ ഒരു സ്ഥലത്തേക്ക് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. അവിടെ എത്തിയതിനു ശേഷം ആയിരുന്നു 15 കൊലപാതകമൊക്കെ നടത്തിയിട്ടുള്ള ഒരു സീരിയൽ കില്ലർ ആയിരുന്നു ഗ്യൂചോൾ എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു സമയത്ത് നീതി നടപ്പിലാക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ഒന്നെങ്കിൽ അയാളുടെ കൈകൊണ്ട് മരിക്കാം, അല്ല എങ്കിൽ അയാളെ കൊല്ലാം. ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമായിരുന്നു എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അയാളെ കൊല്ലാമെന്ന് ഞാൻ തീരുമാനിച്ചതും. അയാളെ കൊല്ലുവാൻ ശ്രമിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായിരുന്നു ആദ്യം നോക്കിയത്. പക്ഷെ അയാളുടെ ബോഡി ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വാർത്തയിലാകട്ടെ അയാളുടെ ബോഡി കിട്ടിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരെയും ഇത് അറിയിക്കുവാനായിട്ടാണ് ഞാനും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ടൈവ് പറയുന്നു. ഇനി ആൻ കൊടുത്തിട്ടുള്ള ദൃശ്യങ്ങളിലെ ചില ദൃശ്യങ്ങൾ മാത്രമാണ് വാർത്താ ചാനലുകാർ കൊടുക്കുന്നത്. അതായത് ടൈവിനെ പിടിച്ചുകൊണ്ട് വന്ന ദൃശ്യങ്ങൾ മാത്രം. ടൈവ് ഗ്യൂചോളിനെ കൊല്ലുന്ന ഒരു ദൃശ്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ടൈവ് വളരെ ക്രൂരമായിട്ടൊക്കെ ആയിരുന്നല്ലോ ഗ്യൂചോളിനെ കൊന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദൃശ്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾ കാണുകയാണ് എങ്കിൽ ഇത്രത്തോളം ക്രൂരമായിട്ടാണ് അയാൾ കുറ്റകൃത്യം ചെയ്തതെന്നും അതുപോലെ തന്നെ ഗ്യൂചോൾ മരിച്ചു എന്നുമുള്ള സത്യമൊക്കെ എല്ലാവരും അറിയുന്നതാണ്. അതുകൊണ്ടാണ് മീഡിയാസും ഇത് മറച്ചു വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോഴും ഗ്യൂചോൾ ജീവനോടെ ഉണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നതും. ചീഫും കമ്മീഷണർ ജനറലും കൂടി ടൈവിന്റെ അടുത്ത് ഇരുന്നതിന് ശേഷം ടൈവ് അവർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കേസ് മൊത്തത്തില് ഇവർ ഒതുക്കി തീർക്കുന്നതായിരിക്കുമെന്നൊക്കെ ടൈവിന് വാക്ക് നൽകുന്നു. ടൈവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് തന്നെ പല ആൾക്കാരും ടൈവിനെ വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെരുവിൽ ഇറങ്ങുകയാണ്. കമ്മീഷണറും ആനിനെ വഴക്ക് പറയുകയാണ്. ടൈവിനെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും കെട്ടിച്ചമച്ചതാണെന്നൊക്കെയാണ് കമ്മീഷണർ പറയുന്നത്. അങ്ങനെ കമ്മീഷണർ ആനിനെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും നിങ്ങളെ പോലെയുള്ളവർ കാരണമാണ് ഇപ്പോഴും നിയമമൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള എന്തോ ഒന്നാണെന്നൊക്കെ ടൈവ് വിചാരിച്ചിരിക്കുന്നതെന്ന് ആനും അവരോട് പറയുന്നു. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കമ്മീഷണർക്ക് കൂടുതൽ ദേഷ്യമാകുന്നു. ആനിനെ സപ്പോർട്ട് ചെയ്തൊക്കെ ടീം ലീഡ് സംസാരിക്കുമ്പോഴത്തേക്കും ടീം ലീഡിനെയും കൂടി ചേർത്തിട്ട് അയാൾ സസ്പെൻഡ് ചെയ്യുകയാണ്. ടൈവും പല പല ആളുകളൊക്കെ ഏർപ്പാടാക്കിയതിനു ശേഷം ഇപ്പോഴും ഗ്യൂച്ചോൾ ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ചാനലിലൂടെ ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ടയ്യൂനെയും അവർ വെറുതെ വിട്ടിരിക്കുകയാണ്. നീ ഉണ്ടാക്കിയ കഥയൊക്കെ നല്ലതായിരുന്നു, പക്ഷെ അതിന്റെ അവസാനം എങ്ങനെയാണെന്ന് ഞാനാണ് തീരുമാനിക്കുക. നീ എനിക്ക് ചെയ്തതിനെല്ലാം തന്നെ ഞാൻ പകരം ചോദിക്കുന്നതായിരിക്കും. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അവസാനമൊക്കെ നിന്നെയും കാത്തിരിപ്പുണ്ടെന്നൊക്കെ ടയ്യും ആന്റെ അടുത്ത് പറയുന്നു. ആനിനെ ടൈ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ടയോനെ കുറ്റവിമുക്തനാക്കി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കും വലിയൊരു സ്വീകരണമൊക്കെ ആയിരുന്നു ടയോന് കിട്ടിയിട്ടുണ്ടായിരുന്നതും. ടയോം ഒരു യാത്രയൊക്കെ പോകുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു യാത്രയൊന്നും മുടക്കേണ്ട എന്ന് അയാളും തീരുമാനിക്കുകയാണ്. ഇനി ആനിനെ രണ്ടുപേർ ചേർന്ന് പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കെ ടയോൻ ഒരു കോളൊക്കെ വരികയാണ്. ആനിന്റെ വീട്ടില് മൊത്തത്തിൽ പരിശോധനയൊക്കെ നടത്തിയെങ്കിൽ പോലും ടയു ഗ്യൂച്ചോളിനെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു ദൃശ്യങ്ങളും ആനിന്റെ വീട്ടിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നൊക്കെ ആയിരുന്നു അവർ ടയുവിനെ അറിയിക്കുന്നതും. ഒരു കാര്യം ചെയ്യ, നിങ്ങൾ ആനിനെ ജീവനോടെ തന്നെ വെച്ചേക്ക്, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നൊക്കെയാണ് ടയു പറയുന്നത്. ടയും രണ്ട് ഗുളികയൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുവാനായിട്ട് പ്രൈവറ്റ് ജെറ്റിൽ കിടക്കുകയാണ്. വിമാനമൊക്കെ മൊത്തത്തിലൊന്ന് കുലുങ്ങുന്ന ശബ്ദമൊക്കെ കേട്ടുകൊണ്ടായിരുന്നു അവൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എണീക്കുന്ന അവനും ഒരു അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുകയാണ്. നീയാണ് ഗ്യൂചോളിനെ കൊന്നതെന്ന സത്യമൊക്കെ എനിക്കറിയാം. ഗ്യൂചോളിനെ മാത്രമല്ല, ജിൻഡേനെയും ജയ്സോപ്പിനെയും ടൈസാങ്ങിനെയും ഗുണിയോനെയും ജിസുനെയും എല്ലാം കൊന്നത് നീ തന്നെയാണ്. നീ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയൊക്കെ അനുഭവിക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്നൊക്കെ അനൗൺസ്മെന്റിൽ കേട്ട് കഴിയുമ്പോഴത്തേക്കും സംശയം തോന്നുന്ന അവനും ഫ്രണ്ടിലെ പൈലറ്റൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പോയി നോക്കുകയാണ്. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഓട്ടോ പൈലറ്റ് മോഡിലായിരുന്നു ആ ഒരു പ്ലെയിൻ ഉണ്ടായിരുന്നത്. നീ സ്വത്തിന് വേണ്ടി സ്വന്തം സഹോദരനായിട്ടുള്ള ജിൻഡനെ കൊന്നതിന് ശേഷം അതിനെക്കുറിച്ച് മീഡിയാസ് ആരും തന്നെ സംസാരിക്കാതിരിക്കുവാനായിട്ടായിരുന്നു മറ്റൊരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആളുകളുടെ ശ്രദ്ധ തെറ്റിക്കുവാനായിട്ടായിരുന്നു ജെയ്സോപ്പിനോട് പാരച്യൂട്ട് ഇല്ലാതെ മുകളിൽ നിന്നും താഴേക്ക് ചാടുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആളുകളുടെ ശ്രദ്ധയൊക്കെ തെറ്റിക്കുവാനായിട്ടായിരുന്നു നീ അവനെ കൊന്നിട്ടുണ്ടായിരുന്നത്. നിനക്ക് 30 സെക്കൻഡ് സമയം ഞാൻ തരാം. ജെയ്സോപ്പ് പാരച്യൂട്ട് ഇല്ലാതെ ആയിരുന്നു താഴേക്ക് ചാടിയിട്ടുണ്ടായിരുന്നതെങ്കിലും നിനക്ക് പാരച്യൂട്ട് യൂസ് ചെയ്യുവാനുള്ള ഒരു അവസരം ഞാൻ നൽകാമെന്നൊക്കെ അനൗൺസ്മെന്റിൽ പറയുകയാണ്. നിന്റെ സഹോദരനായിട്ടുള്ള ജിൻഡ എങ്ങനെയായിരുന്നു കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതേ രീതിയിലൊക്കെ നീ മരിക്കുവാനായിട്ട് പോകുകയാണ്. നിന്റെ മുമ്പിൽ 30 സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ. അതിനുള്ളിൽ പാരച്യൂട്ടൊക്കെ കണ്ടെത്തിക്കൊള്ളുവാനൊക്കെ അയാൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവനും
സ്ക്രീനിലെ ടൈമറൊക്കെ 30 സെക്കൻഡിൽ നിന്നും താഴേക്ക് പോകുന്നതായിട്ടൊക്കെ അവൻ ശ്രദ്ധിക്കുന്നു. മാത്രമല്ല, ജനൽ വഴി താഴേക്കൊക്കെ നോക്കുന്ന അവനാകട്ടെ അവിടുത്തെ എഞ്ചിനൊക്കെ കത്തുന്നതും ശ്രദ്ധിക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും അവൻ ആകെ പേടിച്ചു പോകുകയാണ്. മരിക്കാതെ ഇരിക്കുവാനായിട്ട് എവിടെയാണ് പാരച്യൂട്ട് ഉള്ളതെന്നൊക്കെ അവനും അന്വേഷിക്കുന്നു. പാരച്യൂട്ടൊക്കെ കിട്ടുന്ന അവനും പുറത്തേക്ക് വീഴുവാനായിട്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു ജെറ്റൊക്കെ മൊത്തത്തില് പൊട്ടിത്തെറിക്കുകയും അവൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. പക്ഷെ അവനും കൃത്യമായി തന്നെ ആ ഒരു പാരച്യൂട്ട് ഇടുന്നത് കൊണ്ട് നിലത്തേക്ക് വീഴുന്നതിന് മുമ്പായിട്ട് തന്നെ അവന് പാരച്യൂട്ടൊക്കെ ഓൺ ആക്കുവാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് റോഡിലേക്കും അവൻ എത്തുന്നു. രക്ഷപ്പെട്ടു എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്ന ഒരു സമയത്താണ് പെട്ടെന്നൊരു കാറൊക്കെ വന്നിട്ട് അവനിട്ട് ഇടിക്കുന്നത്. ആ കാറിൽ നിന്നും പുറത്തിറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് ആനായിരുന്നു. ആന എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തേക്കൊക്കെ എത്തിയതെന്ന് അവൻ സംശയിക്കുമ്പോഴത്തേക്കും ഒരു ഫ്ലാഷ് ബാക്കും കാണിക്കുന്നു. അതായത് ഒരാഴ്ച മുമ്പ് ആയിരുന്നു ഗ്യൂച്ചോളിനെ കൊന്നത് താനാണെന്നൊക്കെ ടയു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു കുറ്റസമ്മതമെല്ലാം തന്നെ ആൻ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. അതായത് ആൻ വിചാരിച്ച പോലെ തന്നെയാണ് ടയു മുന്നോട്ട് പോയിട്ടുള്ളതും. ആൻ ഇതുവരെ കയറിയിട്ടുള്ള ഓരോ ബോഡീസിലും എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ ആനിന് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒന്നിച്ചു വെച്ചിട്ടാണ് മുന്നോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചിട്ടുമുള്ളത്. അതായത് ആദ്യം തന്നെ ജൂഹുണിനെയാണ് കാണിക്കുന്നത്. ജൂഹുന്റെ ബോസ് ആകട്ടെ ക്ലയൻസിനെ ഒന്നും തന്നെ വിശ്വസിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ക്ലയൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും, അതായത് ക്ലയൻസ് ഇവരെ നേരിട്ട് കാണുന്ന എല്ലാ ഡീറ്റെയിൽസും ശേഖരിച്ചു വെച്ചിട്ടൊക്കെയുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ ഒരു ക്ലയൻസ് ഇവരെ ഒറ്റുകൊടുക്കുകയാണ് എങ്കിൽ ക്ലയൻസിനെതിരായിട്ട് പ്രയോഗിക്കുവാനായിട്ടായിരുന്നു ഇതെല്ലാം തന്നെ ബോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജൂഹുൺ വഴി ബോസ് എവിടെയായിരുന്നു ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് ആരും കണ്ടെത്തിയിരിക്കുന്നു. ഇനി പോലീസ് സ്റ്റേഷനിലൊക്കെ കയറുന്ന സമയത്ത് കയ്യിലുള്ള എല്ലാ സാധനങ്ങളും പോലീസിനെ ഏൽപ്പിച്ചിട്ടൊക്കെ വേണമല്ലോ അകത്തേക്ക് കയറുവാൻ. അങ്ങനെ ഇരിക്കെ ടയുവിന്റെ കയ്യിലുണ്ടായിരുന്ന പേനയൊക്കെ ആനും ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പേനയ്ക്കകത്ത് ടയു ഡ്രഗ്സ് ഒക്കെ സൂക്ഷിക്കുന്ന കാര്യം ജിൻഡയ്ക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. ജിൻഡയുടെ ആ ഒരു ഓർമ്മകളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഗുളികകളൊക്കെ മാറ്റിയതിനു ശേഷം അതിന്റെ അകത്തേക്ക് ഉറക്ക ഗുളികയൊക്കെ ആനും വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ആനാണെങ്കിലും ആരുടെ മെമ്മറിയിലൂടെയാണോ ചെയ്യുന്നത് അവരെയാണ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആനിനെ പിടിക്കുവാനായിട്ട് 2 പോലീസുകാരെയൊക്കെ ടയു ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ആ 2 പോലീസുകാരെ ടീം ലീഡും ജിഹുണും കൂടി ചേർന്നിട്ട് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ടയുവിന്റെ അടുത്ത് ആനിനെ പിടിച്ചു എന്നൊരു കള്ളമൊക്കെ അവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ ഒരു സമയത്ത് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നത് ആൻ ആയിരുന്നില്ല. മറിച്ച് ആൻ ശരിക്കും ഉണ്ടായിരുന്നത് ടയുവിന്റെ ഒപ്പമായിരുന്നു. എങ്ങനെയായിരുന്നു ജിൻഡനെ കൊല്ലുവാനായിട്ട് വിമാനത്തിലൊക്കെ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആനും ജൂഹുന്റെ മെമ്മറീസിലൂടെ ബോംബൊക്കെ വെച്ചിട്ടുള്ളത്. ജെയ്സോപ്പ് വലിയ സാഹസിക പ്രകടനമൊക്കെ നടത്തിയിട്ടുള്ള ആളാണല്ലോ. അതുകൊണ്ട് തന്നെ അവന് ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിലൊക്കെ കയറിയതിനു ശേഷം അതുവഴിയാണ് ടൈയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പുറത്തുവിടുന്നത്. ജൂഹുന്റെ ബോസിന്റെ അടുത്ത് നിന്നും ശേഖരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു അത്. അതിന്റെ അകത്താകട്ടെ തന്റെ സ്വന്തം സഹോദരനെ കൊല്ലുവാനായിട്ടൊക്കെ ജൂഹുന്റെ അടുത്ത് ടയു പറയുന്നതിനെ കുറിച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജിൻഡെ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് തികച്ചും ഒരു ആക്സിഡന്റ് പോലെ തോന്നിപ്പിക്കണമെന്ന് അവൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ക്യൂച്ചോളിനെ കൊന്നതിന്റെ ദൃശ്യങ്ങളും കാണിക്കുകയാണ്. അതിന്റെ അകത്താകട്ടെ സഹോദരനായിട്ടുള്ള ജിൻഡനെ എങ്ങനെയാണ് അവൻ കൊന്നിട്ടുണ്ടായിരുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അവൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഈ ഒരു വാർത്തയൊക്കെ കണ്ട ആളുകൾ ആകെ പേടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു കമ്മീഷണർ ജനറലും ചീഫും ടയുവിന്റെ അടുത്ത് നിന്നും ഒരുപാട് പണമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുവെന്നും എല്ലാ സത്യങ്ങളും മറച്ചു വെക്കുവാനായിട്ടും ടയു ചെയ്ത ബാക്കിയുള്ള കുറ്റകൃത്യങ്ങൾ ഒളിപ്പിക്കുവാനായിട്ടുമായിരുന്നു ഈ ഒരു പണമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നതെന്നും വാർത്തയിൽ കാണിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ എല്ലാത്തിന്റെയും തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു. സാഹസിക പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ജെയ്സോപ്പിന്റെ മെമ്മറിയിൽ നിന്നും കൃത്യമായി തന്നെ പാരച്യൂട്ടൊക്കെ യൂസ് ചെയ്ത് താഴേക്ക് ഇറങ്ങുവാനായിട്ടും ആനിന് സാധിക്കുകയാണ്. ജെയ്സോപ്പിന് ശേഷം ടൈസങ്ങിനെയാണ് കാണിക്കുന്നത്. ടൈസങ് ആകട്ടെ എവിടേക്കാണ് ടയു പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ടയുവിന്റെ അടുത്തേക്കും പോകുന്നു. അങ്ങനെ എത്തുന്ന ടൈസങ് ടയുവിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ ടയുവിന്റെ നേർക്ക് ഇടിപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് ഗുണിയുനെ കാണിക്കുകയാണ്. ഗുണിയും കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇടുന്നു. എങ്ങനെയാണ് കഥ അവസാനിക്കുക എന്ന് നീ അല്ല തീരുമാനിക്കുന്നത്. എല്ലാ നല്ല കഥകൾക്കും ഒരു ട്വിസ്റ്റ് ഉണ്ടാകും. എങ്ങനെയായിരുന്നു ഗുണിയു ടയുവിനെ കൊന്നിട്ടുണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ ഗുണി ഇപ്പോൾ ടയുവിനെയും കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഉള്ളിൽ ഒരുപാട് ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഗുണ്യുവിനെ മാറ്റിയതിനു ശേഷം ഈച്ചനെയാണ് കാണിക്കുന്നത്. ഈച്ചയും ആകെ ദേഷ്യത്തിലൊക്കെ ആയിരുന്നു അവനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടും ഇരുന്നത്.
നീ സ്വയം ദൈവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്റെ ജിസുവിനെയും കൊന്നു. എന്തായാലും ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് നരകത്തിലേക്ക് പോകാമെന്നൊക്കെയാണ് ഈച്ച പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത്. അങ്ങനെ അവനും ടയോനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്ത് നിന്നും എന്തോ ഒന്ന് താഴേക്ക് വീഴുന്നതായിട്ടൊക്കെ അവന് തോന്നുകയാണ്. അവനും കൂടുതലായിട്ടൊക്കെ ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് മരണമായിരുന്നു. എന്തൊക്കെ റൂൾസ് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ഈ ദുഷ്ടനെ കൊന്നേ മതിയാകൂ എന്നൊക്കെയാണ് ഈച്ച പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത്. ഈച്ചയുടെ കയ്യിൽ നിന്നും പേനയൊക്കെ താഴേക്ക് വീണ് കഴിയുമ്പോഴത്തേക്കും അവനും ജിസുനെ കുറിച്ച് ഓർത്തു പോകുകയാണ്. ജിസുനെ കുറിച്ച് ഓർക്കുന്ന അവനും ടയോനെ കൊല്ലുവാനായിട്ട് സാധിക്കുന്നില്ല. നിന്റെ ഈ ഒരു കഥയ്ക്ക് ഹാപ്പി എൻഡിങ് ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ജിസു പറഞ്ഞതിനെ കുറിച്ച് ഓർക്കുന്ന അവനും ടയോനെ വെറുതെ വിടുന്നു. ഇപ്പോൾ അവൻ നോക്കുമ്പോഴത്തേക്കും മരണം അവിടെ ഉണ്ടായിരുന്നു പോലുമില്ല. അവൻ അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും അവന്റെ നിഴല് വഴി തൊട്ടു പിറകിലായിട്ട് ടയോ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അവൻ മനസ്സിലാക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ടയോം അവനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഈച്ചു നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കാറ്റൊക്കെ വീശുന്നു. ആ ഒരു കാറ്റിലാകട്ടെ പാരച്ചൂട്ടൊക്കെ ഉയർന്നു പൊങ്ങുമ്പോഴത്തേക്കും ടയോവും തെറിച്ചു വീഴുകയാണ്. അങ്ങനെ അവൻ പറന്നു പോയിട്ട് ഒരു വണ്ടിയിൽ ചെന്ന് ഇടിക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.